നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള അഭിലാഷങ്ങളെ, പച്ചയ്ക്ക് പറഞ്ഞാൽ സെക്ഷൽ ഡിസയർ, ഇതിന് നിങ്ങൾക്ക് പിടിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കത് നിങ്ങൾക്കൊരു മാർഗം അല്ലെങ്കിൽ വേറൊരു മാർഗം അഡാപ്റ്റ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്കിത് ഒരു പരിധിക്കപ്പുറം നിങ്ങൾക്കിതിനെ കൺട്രോൾ ചെയ്യാൻ വെക്കില്ല. കൺട്രോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് ഒന്നുകിൽ അത് ആങ്കറായിട്ടോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ പ്രശ്നങ്ങളായിട്ടോ ഏതെങ്കിലും തരത്തിൽ അത് നിങ്ങളൊരു വേസ്റ്റ് ഹ്യൂമൻ ബീങ് ആക്കും. ഇപ്പോൾ കുറേ ആൾക്കാർ പറയും ഇവിടെ വെളുത്തുള്ളി കഴിക്കാതിരുന്നാൽ, ഉള്ളി കഴിക്കാതിരുന്നാൽ, പോത്തിറച്ചി തിന്നാതിരുന്നാലൊക്കെ ഇത് രജോ ഗുണം കുറഞ്ഞ് ഡൗൺ ആകും. അങ്ങനെയൊന്നുമില്ല. നമുക്ക് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ. ഇവിടെ ഇതൊന്നും തിന്നാതിരുന്ന ആളുകൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാര്യം ഈ ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഏതൊരു മതത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാലും പൗരോഹിത വർഗം കാണിച്ചിട്ടുള്ള ക്രൂരത, ദുഷ്ടത്തരം ഒരു ലേമാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ സ്വപ്നം കാണുന്നതും കണ്ണടച്ചിരിക്കുമ്പോൾ കാണുന്നതൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ കണ്ണടയ്ക്കുമ്പം കാണുന്ന സ്വർഗവും കൈലാസവും ഒക്കെ കണ്ണ് തുറക്കുമ്പോൾ നഷ്ടപ്പെടും. അങ്ങ് പറഞ്ഞു ആത്മീയത എന്നത് ബയോളജിക്കലായിട്ടുള്ള ഒന്നല്ല എന്ന് പറഞ്ഞു. അപ്പോൾ മതഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ മനുഷ്യൻ്റെ ശാരീരികമായ അഭിലാഷങ്ങളെ പ്രചോദിപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ പല ടീച്ചിങ്സും പ്രചരിപ്പിക്കുന്നതെന്ന് പറയുണ്ടായി. ശാരീരികമായ അഭിലാഷങ്ങളെ നിയന്ത്രിക്കേണ്ടത് ഒരു ആത്മീയ ജീവിതത്തിൽ എത്രത്തോളം ആവശ്യമാണ്? ഇതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ശരിക്കും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ മതഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ഇതിലൊക്കെ ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നത് തെറ്റാണെന്നുള്ളതല്ല. ഇതിനെയൊക്കെ പ്രചരിപ്പിക്കുന്ന രീതി, മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന രീതി അത് വ്യത്യസ്തമാണ്. അല്ലെങ്കിൽ അത് നമ്മളുടെ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ഗ്രന്ഥങ്ങളൊക്കെ എഴുതപ്പെട്ടത്, ഇതിൻ്റെയൊക്കെ റിയൽ ഗുരുക്കന്മാർ നിലനിന്നത്, അതിന് വിരുദ്ധമായിട്ടാണ് ശരിക്കും ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. കാര്യം ഇപ്പോൾ ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ ബയോളജിക്കലായിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ഭൗമികമായിട്ടുള്ളതെന്നോ ഭൗതികമായിട്ടുള്ളതെന്നൊക്കെ പറയാം. അപ്പോൾ നമുക്കത് ഇപ്പോൾ ഒരു ഇന്ത്യൻ വേദാന്തത്തിലാണെങ്കിൽ പുരുഷാർത്ഥങ്ങളിൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതിൽ അർത്ഥം എന്ന് പറയുന്ന ഒരു പുരുഷാർത്ഥം, ഇതിനെയാണ് ശരിക്ക് ഇന്ന് മതങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോഴ് ഇദ്ദേഹം ചോദിച്ചത് ഒരു ശാരീരികമായിട്ടുള്ള ഒരു അഭിലാഷങ്ങളെ നമ്മളൊരു ആത്മീയ ജീവിതത്തിൽ എത്രത്തോളം നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. ശരിക്ക് മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ശാരീരികമായിട്ടുള്ള അഭിലാഷങ്ങളെ നമ്മൾ അടക്കുകയോ ഒഴിവാക്കുകയോ അല്ല വേണ്ടത്. നമുക്ക് നമ്മളുടെ അസ്തിത്വം ശരീരമല്ല എന്ന ബോധമാണ് വേണ്ടത്. നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള അഭിലാഷങ്ങളെ, പച്ചയ്ക്ക് പറഞ്ഞാൽ സെക്ഷൽ ഡിസയർ, ഇതിന് നിങ്ങൾക്ക് പിടിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കത് നിങ്ങൾക്കൊരു മാർഗം അല്ലെങ്കിൽ വേറൊരു മാർഗം അഡാപ്റ്റ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്കിത് ഒരു പരിധിക്കപ്പുറം നിങ്ങൾക്കിതിനെ കൺട്രോൾ ചെയ്യാൻ വെക്കില്ല. കൺട്രോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് ഒന്നുകിൽ അത് ആങ്കറായിട്ടോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ പ്രശ്നങ്ങളായിട്ടോ ഏതെങ്കിലും തരത്തിൽ അത് നിങ്ങളൊരു വേസ്റ്റ് ഹ്യൂമൻ ബീങ് ആക്കും. അപ്പോൾ ആക്ച്വലി നമ്മളത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ആക്ച്വലി ഇതാണ്. നമ്മളുടെ ഇവർ പ്രചരിപ്പിക്കുന്നത് ഈ ബയോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെ സാക്ഷാത്കരിക്കാനായിട്ടുള്ള ഉപാധിയായിട്ടാണ് ഇവർ മതങ്ങളെയും ഈശ്വരനെയും ആത്മീയതയും ഒക്കെ അവർ പ്രചരിപ്പിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നടക്കുന്നൊരു സ്റ്റോറി എടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരു സംഗതി എടുക്കാം. ഈ സംഗതിയെ അല്ലെങ്കിൽ ഈ സംഭവത്തിനെ ഇവർ ഏത് രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത് അല്ലേ? ഇപ്പം ഒരു വൈദികൻ്റെ അടുത്ത് ഒരു സ്ത്രീ വന്നിട്ട് പിന്നീട് പറയണു, അച്ഛാ എൻ്റെ മകൾക്ക് അവൾ എത്ര പറഞ്ഞിട്ടും കല്യാണം കഴിക്കുന്നില്ല, അച്ഛൻ പറഞ്ഞൊന്ന് അവളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം.
എന്ന് പറയുമ്പോൾ അച്ഛൻ പോയിട്ട് എന്ത് ചെയ്യും? ഈ ബൈബിളിനെ വ്യാഖ്യാനിച്ചിട്ട് ഈ കുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. അവിടെ എന്താണ്? ഈ ബൈബിളിനെ എന്താണ് ഒരാളെ കല്യാണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ബൈബിളിനകത്ത് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതിനൊക്കെ ആ പ്രത്യേക സന്ദർഭത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് വന്നിട്ട് അവർ കല്യാണം കഴിപ്പിക്കും. ഇതേ അച്ഛൻ്റെ അടുത്ത് തന്നെ വേറൊരു അച്ഛനോ അമ്മയോ പോയിട്ട് പറയുകയാണ്, അച്ഛാ ഇവൻ ജനിച്ചപ്പോൾ അല്ലെങ്കിൽ ഇവൾ ജനിച്ചപ്പോൾ ഞാൻ ഇവളെ കർത്താവിന് സമർപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇവൾ പറയണം നമുക്കത് പറ്റില്ല എന്ന് പറയണു. അച്ഛനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇതേ അച്ഛൻ തന്നെ ഇതേ ബൈബിൾ വെച്ചിട്ട് തന്നെ പറയും, നിങ്ങൾക്ക് എങ്ങനെയാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടാകേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതൊന്നും ഗ്രന്ഥത്തിൻ്റെ കുഴപ്പമോ ക്രിസ്തുവിൻ്റെ കുഴപ്പമോ കൃഷ്ണൻ്റെ കുഴപ്പമോ വ്യാസൻ്റെ കുഴപ്പമോ ബുദ്ധൻ്റെ കുഴപ്പമൊന്നും അല്ല. ഇതിനെ പ്രചരിപ്പിക്കുന്ന മനുഷ്യർ അവരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രചരിപ്പിക്കലാണ്. അപ്പോൾ നമ്മൾ ഈ ശാരീരികമായിട്ടുള്ള അഭിലാഷങ്ങളെ നമ്മൾക്ക് ഒരു പരിധിക്കപ്പുറം നമുക്ക് അടക്കാൻ പറ്റില്ല. ഇപ്പോൾ കുറേ ആൾക്കാർ പറയും ഇവിടെ വെളുത്തുള്ളി കഴിക്കാതിരുന്നാൽ, ഉള്ളി കഴിക്കാതിരുന്നാൽ, പോത്തിറച്ചി തിന്നാതിരുന്നാലൊക്കെ ഇത് രജോ ഗുണം കുറഞ്ഞ് ഡൗൺ ആകും. അങ്ങനെയൊന്നുമില്ല. നമുക്ക് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ. ഇവിടെ ഇതൊന്നും തിന്നാതിരുന്ന ആളുകൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാര്യം ഈ ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഏതൊരു മതത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാലും പൗരോഹിത വർഗം കാണിച്ചിട്ടുള്ള ക്രൂരത, ദുഷ്ടത്തരം ഒരു ലേമാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ഏത് സിവിലൈസേഷൻ, നിങ്ങൾ ഏത് റിലീജിയനോ നിങ്ങൾ ഡീപ്പായിട്ട് പഠിച്ചു നോക്ക്, പുരോഹിത വർഗം ചെയ്തിട്ടുള്ള ക്രൂരത ഈശ്വരീയ നിയമങ്ങളൊന്നും പാലിക്കാതെ കൈ കിട്ടുന്നത് തിന്ന് അവൈലബിൾ ആയിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുന്ന ഒരു മനുഷ്യനും ചെയ്തിട്ടില്ല. അവനെ ഇവർ മൃഗങ്ങളെന്ന് വിളിക്കും, ശവന്തീനികളെന്ന് വിളിക്കും. അവൻ്റെ ആത്മാഭിമാനത്തെ അവരെപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഇവർ കാണിക്കണ ഈ ക്രൂരത, സാത്വികമായിട്ടുള്ള ജീവിതം നയിക്കണ, സാത്വികമായ ആഹാരം, സാത്വികമായ ആചരണങ്ങൾ എല്ലാ മതത്തിലും. അപ്പോൾ ഇവിടെയൊക്കെ ഇതൊക്കെ ശരിക്കൊരു കാപഢ്യമാണ്. ഇതൊക്കെ ഈ ബാഹ്യമായിട്ടുള്ള ആചരണങ്ങളാണ്. അവർ നമ്മളെ കൊണ്ട് പഠിപ്പിക്കാൻ ചെയ്യണ കാര്യങ്ങൾ കൊണ്ട് അവർക്ക് തന്നെ അടക്കാൻ പറ്റാത്തതാണ് നമ്മളെ കൊണ്ട് അടക്കാൻ പറയണേ. ഗുരുവിന് ആചരിക്കാൻ പറ്റാത്ത ബ്രഹ്മചര്യമാണ് ശിഷ്യനെ കൊണ്ട് ആചരിപ്പിക്കാൻ ഇവർ പറയണത്. അപ്പം നമ്മളിത് മനസ്സിലാക്കേണ്ടുന്നത് ബയോളജിക്കലായിട്ടുള്ള ഈ തേഴ്സ്റ്റ് ഇത് അടങ്ങണമെങ്കിൽ നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് നമ്മളുടെ റിയാലിറ്റി എന്താണ്, നമ്മളുടെ സ്വത്വം എന്താണ്, നമ്മൾ ഈ ശരീരമല്ല എന്നൊരു ധാരണ ഉറച്ചുറച്ച് വന്നാൽ മാത്രമേ നമുക്ക് ഈ സാധനങ്ങളോടുള്ളൊരു താല്പര്യം നമുക്ക് വരാണ്ടാവണം. നമുക്ക് താല്പര്യമുള്ള കാലത്തോളം നമുക്കിതിനെ അടക്കാൻ പറ്റില്ല. നിങ്ങൾ ഹെൽത്തി ആണെങ്കിൽ നിങ്ങൾക്കിത് അടക്കാനാവില്ല. അപ്പോൾ നിങ്ങൾ അടക്കുക എന്ന് പറയുന്നത് തന്നെ തെറ്റായ ഒരു പ്രോസസ്സാണ്. അത് നിങ്ങൾക്കത് ജനറേറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ കോൺഷ്യസ് മാറണം. നിങ്ങളുടെ ശരീരബോധം നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. ശരീരബോധത്തിന് പകരം നിങ്ങൾക്ക് ആത്മബോധം ഉണ്ടാകണം. അതുമാത്രമേ ഈ നിങ്ങൾ പറയുന്ന ഈ കുഴപ്പങ്ങൾക്ക് ഒരു പരിഹാരമായിട്ടുള്ളൂ. പക്ഷേ ആ ബോധം നിങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ, ആ ബോധം നിങ്ങളെ പഠിപ്പിച്ചാൽ, നിങ്ങൾ ആദ്യം ചെയ്യണത് റിലീജിയൻ എന്ന് പറയുന്ന സാധനത്തിന് ചുരുട്ടിക്കൂട്ടി ചവറ്റുകൂട്ടലറിയും. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ബൈബിൾ എന്ന് പറയുന്ന ഗ്രന്ഥം, ഇതിലെ ഫസ്റ്റ് ടെക്സ്റ്റാണ് ഉൽപ്പത്തി പുസ്തകം. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇപ്പോൾ ബൈബിളിക്കലായിട്ടുള്ള ആളുകൾക്കായാലും അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ പഴയ നിയമം എന്ന് പറയുന്നത് ഇപ്പം ക്രിസ്ത്യാനിയുടെ മാത്രം ഗ്രന്ഥമൊന്നുമല്ല. അത് ജൂഡിഷ്യൻ്റെതും മീൻസ് ഇസ്ലാമിൻസിൻ്റെ ആയാലും, കാരണം എല്ലാ അബ്രഹാമിയൻ മതങ്ങളുടെയും ഒരു റെഫറൻസ് ആയിട്ട് വരുന്ന ഗ്രന്ഥമാണത്. അപ്പം അതിനകത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന എല്ലാവർക്കും, എല്ലാ മതങ്ങൾക്കും അറിയാവുന്ന ഒരു കഥയാണ് സ്റ്റോറി ഓഫ് ആഡം ആൻഡ് ഈവ് എന്ന് പറയുന്നത്. ആദമിൻ്റെയും അവയുടെയും കഥ. എന്താണ് ആദമിൻ്റെയും അവയുടെയും കഥ തരുന്ന ഒരു ഗുണപാഠം എന്താണ്?
അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് സ്വീകരിക്കേണ്ടത് എന്താണ്, അതിനെ ആ സെൻസിൽ, നമ്മൾ റിയൽ സെൻസിൽ നമ്മൾ അതിനെ മനനം ചെയ്ത് ഉറപ്പിച്ച് ചിന്തിച്ചാൽ നിങ്ങൾ പിന്നെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല. അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ള കഥയാണ്. നമ്മൾ ഹവ്വായുടെ വാക്ക് കേട്ടിട്ട് ആദം ഫ്രൂട്ട് കഴിച്ച കഥ. ആപ്പിള് ഓട്ട് ബ്രിട്ടീഷ് ആയിടോണ്ടോ കഴിക്കരുതെന്ന് പറഞ്ഞ സാധനം കഴിച്ചു. ഈശ്വരൻ കഴിക്കരുത് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് കഴിച്ചു. അത് കഴിച്ചപ്പോൾ അവർക്ക് ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അത് അനുഗ്രഹിച്ചിട്ടല്ല, ശപിച്ചിട്ട് പുറത്താക്കി. ഈ കഥ ശരിക്കും നമ്മൾ, അല്ലെങ്കിൽ ഈ സംഗതിയെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്, എന്താണ് ആക്ച്വലി ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പം ഇവർ ഈ ഫ്രൂട്ട് തിന്നാൽ നമുക്കറിയാം, സാത്താൻ അല്ലെങ്കിൽ പാമ്പ് വന്നിട്ട് പറയണത് എന്താണ്, നിങ്ങളിത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈശ്വരനേക്കാൾ ഉയർന്നൊരു തലത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ഈശ്വരൻ നിങ്ങളടുത്ത് ഇത് കഴിക്കരുത് എന്ന് പറയണത്, അല്ലേ? അങ്ങനെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത്, ഈ ഹവ്വേനെ കൊണ്ടിട്ട് ഈ പാമ്പ് ഇതിനെ കഴിപ്പിക്കണത്. കഴിപ്പിച്ചിട്ടോ തീർച്ചയായിട്ടും അവള് കെട്ടിയവനും കൊടുത്തു, കെട്ടിയവനും തിന്നു. രണ്ടിനും പിന്നീട് എന്ത് സംഭവിച്ചു, തിരിച്ചു പോയി. മീൻസ് അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു. ഇതിനെ നമുക്കൊരു ബൈബിളിൽ വായിച്ചൊരു കഥ, നമുക്കിതിന് പല അഭിപ്രായങ്ങൾ പറയാം. എന്തായാലും ദൈവം തമ്പുരാൻ കാണിച്ചത് ഭയങ്കര മോശം പണിയായിപ്പോയി. ഇത്രയും തിന്നാൻ കൊടുത്തിട്ട് അത് മാത്രം എന്തുകൊണ്ട് തിന്നാൻ കൊടുത്തില്ല? അതുകൊണ്ടല്ലേ അതുങ്ങൾ പറിച്ചു തിന്നത്. അല്ലെങ്കിൽ അറിഞ്ഞുകൂടായിരുന്നു പാമ്പ് വന്ന് വഴി തെറ്റിക്കും, ഇങ്ങനെ അറിഞ്ഞുകൂടായിരുന്നു, അവിടെ വേലകൾ കെട്ടിയാൽ പോരായിരുന്നു. ഇത് നമുക്ക് ഓരോരോ മനസ്സിനും ഓരോരോ രീതിയിൽ ചോദ്യങ്ങൾ ചെയ്യാം. പക്ഷെ നമുക്കവിടെ എന്താ മനസ്സിലാവണത്, അപ്പൊ എന്താണ് ആ ഫ്രൂട്ട് ആക്ച്വലി റെപ്രസെന്റ് ചെയ്യണത്? ആ ഫ്രൂട്ട് കഴിച്ചപ്പോൾ അവിടെ ആഡമിനും ഈവിനും ആക്ച്വലി എന്താ സംഭവിച്ചത്? എന്തുകൊണ്ട് ദൈവം അവരെ പുറത്താക്കി? ഈ ഒരു കഥ വിശകലനം ചെയ്താൽ തന്നെ നമുക്കറിയാം, നമുക്ക് തിരിച്ച് ഈ ഏദൻ തോട്ടത്തിലേക്ക് തിരികെ എത്തണമെങ്കിൽ, മടങ്ങി എത്തണമെങ്കിൽ, അതായത് ഈശ്വര സമക്ഷത്തിലേക്ക് നമുക്ക് മടങ്ങി എത്തണമെങ്കിൽ നമുക്ക് പ്രൈമറി ആയിട്ടുള്ള അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരേ ഒരു കോൺഷ്യസ് എന്താന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ ഒരു ബോധ്യം ഞാൻ പറയണത്, അവിടെ ഇവർ ഈ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം മീൻസ് ദൈവം ഉലാത്താൻ വന്നു എന്നാണ് പറയണത്. എവിടെ? ഏദൻ തോട്ടത്തിൽ ഇവരെ കാണാൻ വന്നു. ഇവരെ കാണാൻ വന്നപ്പോൾ ഇവർ മറഞ്ഞു നിന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നഗ്നരാണ്, അതുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു, എന്തോ ഇലയൊക്കെ പറിച്ചു വെച്ച്, ഇലയൊക്കെ പൊട്ടിച്ചു വെച്ച്, എന്താ പറയുക, കഥ മാനം മറച്ചിട്ടാണ് ഈ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് അവർ വന്നിരിക്കുന്നത്. ഇപ്പൊ ദൈവത്തിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നപ്പോ ദൈവത്തിന് മനസ്സിലായി, ഞാൻ കഴിച്ചുകൂടാന്ന് പറഞ്ഞ സാധനം ഇവർ കഴിച്ചു. അപ്പോ മനസ്സിലായി, ഇനി ഇവിടെ ഇവരെ നിർത്താൻ കൊള്ളില്ല. അപ്പോ ഇവർ പറയാതെ തന്നെ ദൈവത്തിന് മനസ്സിലായി ഇവരാ ഫ്രൂട്ട് കഴിച്ചു എന്ന്. അതെങ്ങനെയാണ് ഈശ്വരന് മനസ്സിലായത്, അല്ലെങ്കിൽ ദൈവത്തിന് മനസ്സിലായത്? ഇവർ പറഞ്ഞു, ഞങ്ങൾ നഗ്നരാണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് എപ്പോഴാണ് നഗ്നത ഫീൽ ചെയ്യുക? കൊച്ചു കുഞ്ഞുങ്ങള് ഇവിടെ പ്രസവിച്ച് വീണ് കിടക്കുന്ന കുട്ടികൾക്ക് അവർ പറയാറുണ്ടോ, അയ്യേ ഞാൻ നഗ്നനാണെന്ന് പറയാറുണ്ടോ? അവർക്ക് ലജ്ജയുണ്ടോ, നാണമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇവർക്ക് എപ്പോഴാണ് ഈ കോൺഷ്യസ് വരുന്നത്? ശരീരബോധം വരുമ്പോഴാണ്. നമ്മളുടെ സെൽഫ് ഈ ശരീരമാണെന്ന ബോധം വരുമ്പോഴാണ് നഗ്നത എന്ന് പറഞ്ഞ വികാരം വരുന്നത്. അതിലാണ് ദൈവത്തിന് മനസ്സിലായത്. ഞങ്ങൾ നഗ്നരാണെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന് മനസ്സിലായി. അവർ ഈ ഫ്രൂട്ട് കഴിച്ചപ്പോൾ അവരുടെ ശരിയായ ബോധം നഷ്ടപ്പെട്ടു. അവര്
ആത്മബോധം നഷ്ടപ്പെട്ട് ശരീരബോധത്തിലേക്ക് തരം താഴ്ത്തപ്പെട്ടു. ഈ ശരീരബോധത്തിലേക്ക് തരം താഴ്ത്തപ്പെട്ടപ്പോഴാണ് അവർക്ക് ഈശ്വരനിൽ നിന്നവര് അകന്നു പോയത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ആ ഈശ്വരനിലേക്ക് അല്ലെങ്കിൽ ഇപ്പം നമുക്കിപ്പം ക്രിസ്ത്യൻ മിത്തോളജി പ്രകാരം നമുക്ക് ആ ഏദനിലേക്ക് മടങ്ങിപ്പോകണമെങ്കിൽ നമ്മൾക്ക് ഡെയിലി ഈശ്വരനെ കാണുകയും ഈശ്വരന്റെ പ്രിയപ്പെട്ട മകനും മകളുമായിട്ട് ഇരിക്കുകയും ചെയ്യണമെങ്കിൽ നമുക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. എന്ത് ചെയ്യുക? നമ്മൾ ആ പഴയ സോൾ കോൺഷ്യസിലേക്ക് മടങ്ങിപ്പോവുക, ആത്മബോധത്തിലേക്ക് മടങ്ങിപ്പോവുക. അത് മാത്രമാണ് ഒരേ ഒരു ഉപായം. നിങ്ങളല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു മതം സ്വീകരിച്ചു എന്ന് വെച്ചിട്ടോ, ഏത് മതവും എല്ലാം കണക്ക് തന്നെയാണ്. ഇപ്പം അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് കാഷായം മൂടിയിട്ട് ഈ 16 ഭസ്മം വാരി ചൂടിയിട്ട് അവനെ തൊട്ടുകൂടാ ഇവനെ തൊട്ടുകൂടാ, കാറ്റടിച്ചുകൂടാ, വെയിൽ കൊണ്ടുകൂടാ, ഇതൊക്കെ നിങ്ങളെ ശരീരത്തിനെ ഇങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ട് തുടങ്ങുന്ന സർവ്വതും ഈ വരപ്പ് തൊട്ട് സർവ്വതും നിങ്ങളുടെ ബോഡി കോൺഷ്യസിനെ ഇങ്ങനെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശുദ്ധനാണെന്ന ബോധം, നിങ്ങൾ സാത്വികനാണെന്ന ബോധം, ഇതൊക്കെ ആക്ച്വലി നിങ്ങളുടെ ബോഡി കോൺഷ്യസിനെ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആക്ച്വലി അതാ ഞാൻ പറഞ്ഞത്. ആക്ച്വലി ഈ ബൈബിൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ഫസ്റ്റ് ഒരു കാര്യം ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കറിയാം ഇന്ന് പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന ഗ്രന്ഥം എന്താണ്? ഇപ്പൊ ക്രിസ്തു പറഞ്ഞു, ചോദിക്കുവിൻ നിങ്ങൾക്ക് നൽകപ്പെടും. എന്ത് ചോദിക്കാനാണ് പറഞ്ഞത്? കാനഡയിൽ പോകാനായിട്ടുള്ള നഴ്സിന്റെ വിസയാണോ? പക്ഷെ ഇന്ന് അതല്ലേ അവർ ചോദിപ്പിക്കണത്. മുട്ടുവിൻ തുറക്കപ്പെടും. അവർ പ്രതീക്ഷ എന്തിനാണ് വെപ്പിക്കുന്നത്? ആളുകളുടെ ഭൗതികമായിട്ടുള്ള ജീവിതത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് അവർ നിങ്ങൾ ഈശ്വരനെ സമീപിക്കാൻ പറയണത്. ക്രിസ്തു ചോദിച്ചത് എന്തിനാണ്? ആത്മാവിനാണ്. ദൈവാത്മാവിനെ ചോദിക്കുവിൻ, നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവ് വേണ്ടുവോളം നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മളുടെ കൃഷ്ണനായാലും അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ സെൽഫിനെ കുറിച്ച് അദ്ദേഹം അതാ പറഞ്ഞിരിക്കണേ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നെ നിങ്ങൾ ആരാധിക്കൂ എന്നല്ല. അതൊക്കെ ഇന്ന് ഇവർ പഠിപ്പിക്കുന്നതാണ്. ധർമ്മത്തെ ആചരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നീ ധർമ്മത്തെ പാലിക്കുക. ഇവരാരും ആക്ച്വലി പറഞ്ഞിട്ടില്ല. ഇവരാരും ആക്ച്വലി ഇപ്പൊ കൃഷ്ണനോ ഇപ്പൊ ഈ ലോകം ഇങ്ങനെ വഴിതെറ്റിപ്പോയതിന്റെ അല്ലെങ്കിൽ മതങ്ങൾ ഇങ്ങനെ ആയിപ്പോയതിന്റെ കുറ്റം ഒരിക്കലും കൃഷ്ണന്റെയോ ക്രിസ്തുവിന്റെയോ അല്ലെങ്കിൽ വേറെ മീൻസ് അള്ളാവിൻ്റെയോ അവരുടെയൊന്നും കുഴപ്പമില്ല. അവരെയൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ ആക്കി വെച്ചതാണ്. ഇപ്പൊ ക്രിസ്തുവിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ ക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത് ആരംഭിച്ചതാ. കാര്യം ബൈബിളിലെ ആക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ ഉണ്ട്, അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിലൊക്കെ ഒരു സീനിലോ ഒരു രംഗത്തുണ്ട് ഇങ്ങനെ. അതിലാണെന്നുണ്ട് ഓർമ്മ, അതായത് ക്രിസ്തുവിൻ്റെ ഡിസൈപ്പിൾസ് മാത്രമായിട്ട് കുറേ സ്ഥലത്ത് ഇങ്ങനെ ഈ ക്രിസ്തുവിനെ പ്രചരിപ്പിക്കാൻ പോകും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ വേറെ ഇവരെ കൂട്ടത്തിലില്ലാത്ത ഒരാൾ യേശു ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞിട്ട് ആളുകളുടെ രോഗം മാറ്റുകയും അവരെ സുഖപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവന്മാർക്ക് പിടിക്കില്ല. കാരണം ഗുരു ഇവരത് മാത്രമാണല്ലോ. ഇവരാണല്ലോ യേശുവിൻ്റെ അപ്രൂവൽ അംഗീകൃത ശിഷ്യന്മാർ, മറ്റേ പൗലോസും ടീമും. അപ്പോൾ ഇവർ പറയും, ഇവർ ക്രിസ്തുവിൻ്റെ മീൻസ് ഇവർ ഈ വ്യക്തിയോട് പറയും നിങ്ങൾ കൂടെ വരാൻ പറയും. അപ്പം പറയും ഞാൻ വരില്ല എന്ന് പറയും. അയാൾ പോയിട്ട് അയാളെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുകയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഈ ഗ്രൂപ്പ് വന്നിട്ട് ജീസസ് ക്രൈസ്റ്റിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർ വന്നിട്ട് ക്രിസ്തുവിനോട് പറയും, ഒരുത്തൻ വന്നിട്ട് നിന്റെ നാമത്തിൽ അവൻ രോഗികളെ സൗഖ്യപ്പെടുത്തുന്നുണ്ട്, പക്ഷേ അവൻ നമ്മളെ കൂടെ വിളിച്ചിട്ട് നമ്മളെ കൂടെ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്തു പറയുന്നൊരു വാചകം ഉണ്ടെന്നറിയാമോ? നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താകുന്നു എന്നാണ് പറഞ്ഞിരിക്കണേ.
നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താകുന്നു. അവിടെ എന്താ ക്രിസ്തു ഉദ്ദേശിച്ചത്? ജീസസ് ഉദ്ദേശിച്ചത് എന്താണ്? നിങ്ങൾക്ക് ക്രിസ്ത്യാനിയാകണമെങ്കിൽ നിങ്ങൾ പോയിട്ട് മാമോദിസ മുങ്ങുകയോ നിങ്ങൾ മതം മാറുകയോ ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലാകുന്നുണ്ടോ? കാര്യം ക്രിസ്തുവിനെ ഫോളോ ചെയ്യുക. മീൻസ് ക്രിസ്തുവിൻ്റെ ദ ലൈഫ് ഹി എന്താ പറയുക ടോട്ടസ് അസ്, അല്ലെങ്കിൽ അദ്ദേഹം ഫോളോ ചെയ്തൊരു ജീവിതമുണ്ട്, അതിന് നമ്മൾ പിന്തുടരലാണ് അല്ലേ? ഇപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ഇന്നും പിന്നീട് നിങ്ങളുടെ അടുത്ത് മതം മാറാൻ അവർക്ക് പറയാൻ പറ്റും. ക്രിസ്തു പറഞ്ഞ വാചകമാണത്. നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താകണു. നിങ്ങൾ എവിടെയും പോയിട്ട് മാമോദിസം മുങ്ങേണ്ട കാര്യമില്ല. അത് പഠിപ്പിച്ചാൽ അവർക്ക് ഈ കൺവെൻഷൻ നടക്കുമോ? മതം നിലനിൽക്കുമോ? നിൽക്കില്ല. ഇപ്പൊ കൃഷ്ണൻ പറയണു, നിന്റെ ധർമ്മം മറ്റുള്ളവന്റെ ധർമ്മത്തിനേക്കാൾ മോശമാണെങ്കിൽ പോലും പരധർമ്മം അനുസരിച്ച് നീ പാപിയാകരുത്, പരധർമ്മം പാലിച്ച് നീ പാപിയാകരുത്, സ്വധർമ്മം അനുഷ്ഠിക്കാൻ പറയണു. ഇത് പഠിപ്പിച്ചാൽ നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് ഖർവാപ്പസി വർക്കാവുമോ? വർക്കാവില്ല. ആക്ച്വലി ഇവരാരും ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റാനൊന്നും പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ലക്ഷ്യം ഈശ്വരനിൽ നിന്ന് വിട്ടുപോയിട്ട് നമ്മുടെ റിലീജിയനിലിട്ട് പോയി, ബയോളജിക്കലായിട്ടുള്ള തേഴ്സ്റ്റിലേക്ക് പോയി. അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യത്തിന് എനിക്ക് മറുപടി പറയേണ്ടുന്നത്, ഈ ബയോളജിക്കലായിട്ടുള്ള തേഴ്സ്റ്റ് ഡെഫിനറ്റ്ലി നമ്മൾ നിയന്ത്രിക്കേണ്ടത് അതിനൊരു ആവശ്യമാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. അത് നമുക്കത് ഇപ്പം നോക്കൂ, ഇപ്പോൾ വിവാഹ ജീവിതം പോലുള്ള ജീവിതങ്ങളിൽ നമുക്കിതിന് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ ധർമ്മപത്നിയുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അംഗീകൃത പങ്കാളിയുമായിട്ട് എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളുമുണ്ട്. നിങ്ങൾക്ക് പറയേണ്ടത് നിങ്ങൾക്ക് എല്ലാം ആകാം, പക്ഷെ ഒന്നിനോടും ഒരു ആസക്തി നിങ്ങൾക്ക് ഉണ്ടാകരുത്. അതിപ്പോൾ ബയോളജിക്കലായിട്ടുള്ള ഈ സെക്ഷൽ ഡിസയർ മാത്രമല്ല, ഈവൻ വിശപ്പ് പോലും അല്ലെങ്കിൽ ഭക്ഷണത്തിനോടുള്ള ആഗ്രഹം പോലും ദ്രവ്യത്തിനോടുള്ള ആഗ്രഹം പോലും ഒന്നിനോടും ഒരു ആസക്തി നിങ്ങൾക്ക് ഉണ്ടാകരുത്. അത് ഒന്നിനോടും, അതൊരു ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ല, ഒന്നിനോടും ഒരു ആസക്തി ഉണ്ടാകാതിരിക്കുക. അതിനെ അധാർമികമായിട്ട് നിങ്ങൾ അതിനടുത്ത് ചെയ്യാതിരിക്കുക. ഞാൻ പിന്നെ ആദ്യമേ പറഞ്ഞത് ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ബോഡി കോൺഷ്യസ് നമുക്ക് മാറ്റുക. ബോഡി കോൺഷ്യസ് മാറ്റി ഞാൻ ആത്മാവാണെന്നുള്ള ഒരു സോൾ കോൺഷ്യസിലേക്ക് നമ്മൾ ക്രമേണ അതിന് ഒരുപാട് സമയമെടുക്കും. നിരന്തരം നമ്മളിങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മളതിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ഇത് നമ്മുടെ മനസ്സിലിങ്ങനെ ഉറച്ച് വരുമ്പോൾ ക്രമേണ ഈ ബയോളജിക്കലായിട്ടുള്ള തേഴ്സ്റ്റ് നമുക്ക് അടങ്ങി വരും. അപ്പോൾ ഇത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് ബയോളജിക്കലായിട്ടുള്ള തേഴ്സ്റ്റ് നമ്മൾ അതിജീവിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷെ അത് പെട്ടെന്നൊരു ദിവസത്തിൽ സാധ്യമാകണതല്ല. പെട്ടെന്നൊരു ദിവസം ഒരു ആത്മീയ ഗുരുവിൻ്റെ പ്രഭാഷണമൊക്കെ കേട്ടിട്ട് നമുക്ക് ബ്രഹ്മചാരിയായിക്കളെ, ബ്രഹ്മചര്യം മീൻസ് ഞാൻ സാങ്കേതികമായി പറഞ്ഞതാണ്. യഥാർത്ഥ ബ്രഹ്മചര്യം എന്താണെന്ന് ഞാൻ മുൻപ് പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ ഒരു രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ബ്രഹ്മചാരിയാകാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് അടി വഴക്കാവണോ, കുടുംബത്തിൽ ലഹളയാവണോ, നിങ്ങൾക്ക് തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ. എല്ലാ മനുഷ്യനും ആത്യന്തികമായി പോണത് ആർക്കും പരിചയമില്ലാത്ത സ്വർഗത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഇപ്പോഴത്തെ ജീവിതം മനസ്സമാധാനമായിട്ട് പോകണം. അതാണല്ലോ ഫസ്റ്റ് ആയിട്ടുള്ള സാധനം. മനുഷ്യൻ ഇവിടെ മനസ്സമാധാനമായിട്ട് ജീവിക്കണം. മോക്ഷവും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇപ്പോൾ ആത്മീയതയിലേക്ക് പോകുമ്പോൾ കുടുംബത്തിൽ തന്നെ വഴക്കായി കഴിഞ്ഞാൽ അവിടെ അടിയും കുത്തും വാളും ഒക്കെ ആണെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ സമാധാനം നശിപ്പിച്ചിട്ട് നമുക്ക് ഇനി മരണാനന്തരമായിട്ടുള്ള ഒരു സമാധാനത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് അങ്ങനെ ഒരു സ്റ്റുപ്പിഡിറ്റി പ്രചരിപ്പിക്കാൻ എന്നെ കൊണ്ടാവില്ല. ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ശരിക്കും ഒരു റിയാലിറ്റി എന്താണ്, ലൈഫിൻ്റെ റിയാലിറ്റി എന്താണ്, അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മളാദ്യം നമ്മൾ എന്താണ്, നമ്മളുടെ കർമ്മ എന്താണ്, നമ്മൾ നിൽക്കുന്ന അവസ്ഥ എന്താണ്, ഇവിടെ നമുക്ക് ഏത് രീതിയിൽ പോകണം, അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. പക്ഷേ ഇതിനെയൊക്കെ നമ്മൾ ക്രമേണ നമ്മൾ കുറച്ചുകൊണ്ട് വരണം. ഈ കുറയ്ക്കാൻ ആക്റ്റീവായിട്ടുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയണത്
നിങ്ങളുടെ ബോഡി കോൺഷ്യസ് നിന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ സോൾ കോൺഷ്യസിലേക്ക് പോകുക. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ വ്യത്യാസം വരും. നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള അഭിലാഷങ്ങൾക്ക് വേണ്ടിയിട്ട്, ശാരീരികമായിട്ടുള്ള അഭിലാഷം എന്ന് പറയുമ്പോൾ ശരീരം, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ശരീരം വെരി ഫസ്റ്റ് യൂണിറ്റാണ്. പിന്നെ നമുക്ക് ധനം, നമ്മൾ ഇന്ന് അന്വേഷിക്കുന്ന എല്ലാ സൗഖ്യങ്ങളെയും സുഖങ്ങളെയും ശരീരത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ഏതൊരു സുഖമാണ് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ അല്ലാതെ ആത്മാവിനെ സൗഖ്യപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു സുഖത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾക്ക് ഈ മനസ്സുഖം എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നില്ലേ, അപ്പോഴും പോലും എന്താണ്, നിങ്ങളെ ഏതെങ്കിലും ഒരു ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഈ സുഖം കിട്ടുന്നത്. ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തിന്. മനസ്സും ഒരു ഇന്ദ്രിയാണ് കേട്ടോ, ഒരു തലത്തിൽ. അപ്പം അതിനുപരിയായിട്ടൊരു സാധനമുണ്ട്, അതാണ് നിങ്ങളുടെ സെൽഫ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന അസുഖങ്ങളേ ഉള്ളൂ. അത് തീർന്നു കഴിഞ്ഞാൽ ആ ഒരു ബോധം നമുക്ക് ഡെവലപ്പായിട്ട് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ശരീരബോധം ക്രമേണ കെട്ടടങ്ങും. നമ്മൾ ഈ ശരീരമല്ല എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് ഉണ്ട്. ഒരു ഭയങ്കരമായ ഹാപ്പിനെസ് ഉണ്ട്. കാര്യം, ഇഫ് യു ആർ നോട്ട് എ ബോഡി, ദർ ഈസ് നോ പ്രോബ്ലംസ് ടു സോൾവ്. നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇപ്പം ഒരു ബുക്ക് എടുത്തിട്ട് എഴുതി വയ്ക്കൂ. നിങ്ങളുടെ പ്രോബ്ലംസ്, നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് നിങ്ങൾ ഇങ്ങനെ എഴുതി വയ്ക്കൂ. നിങ്ങൾ ഈ ശരീരമല്ല എന്ന് നിങ്ങൾക്ക് എപ്പോഴും ബോധ്യം വന്നാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. ഈ ബോധം നമുക്ക് കൊണ്ടുവരണം. പിന്നീട് നമ്മൾ ശരീരമല്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനീ ശരീരത്തിൽ ഇരിക്കണമെന്ന് ആദ്യം ഒന്നുകൂടി തിരിച്ചറിയുക. നമ്മൾ ശരീരമല്ലല്ലോ, പിന്നെ എന്തിനാ എനിക്ക് ശരീരം? അപ്പോൾ അതിനൊരു പർപ്പസ് ഉണ്ട്. അതാണ് യഥാർത്ഥ ഗുരു പറഞ്ഞു തരണം നിങ്ങൾക്ക്. ഗുരു പറഞ്ഞു തരും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ഗുരു നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ അതിലേക്ക് നയിക്കും. ഗുരു എപ്പോഴും എല്ലാം പറഞ്ഞു തരണമെന്നില്ല. ഗുരു നിങ്ങൾ അതിലേക്ക് നയിക്കും. നിങ്ങൾ പോലും അറിയാതെ ഗുരു നിങ്ങളെ അതിലേക്ക് ഗൈഡ് ചെയ്യും. അപ്പം അതിനൊക്കെ നമുക്ക് അങ്ങനെ നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ സോൾ ഇതാണ്, സോളിൻ്റെ ഒരു സർക്കിൾ ഇതാണ് എന്ന് അറിഞ്ഞിട്ട് അതിനെ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫിസിക്കലിയും മെൻ്റലിയും സ്പിരിച്വലിയും 3 ലെവലിലും നമുക്കൊരു ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാകും. അപ്പം ഇത് മാത്രമാണ് ശരിയായ ഉപയോഗം. നിങ്ങൾ നിരന്തരം മനനം ചെയ്യുക. മനനം ചെയ്ത് ഉറപ്പിക്കുക, ഞാൻ സോളാണ്, ഈ ശരീരമല്ല എന്ന് നിരവധി തവണ നിരന്തരം നിങ്ങളുടെ ലൈഫിൻ്റെ ഓരോ സ്ട്രഗിൾസിലും നിങ്ങൾ മനനം ചെയ്ത് ഉറപ്പിക്കുക. അത് മാത്രമാണ് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗം. അല്ലാതെ നിങ്ങൾ വേദാന്തം കേട്ടിട്ടോ നാരായണീയം ജപിച്ചിട്ടോ ഹരേ കൃഷ്ണ ജപിച്ചിട്ടോ ഒന്നും ഒരു ഗുണമില്ല. നിങ്ങൾ എത്ര പറഞ്ഞാലും, നിങ്ങളിനിപ്പോൾ എത്ര ഏകാദശി എടുത്താലും, ഏകാദശി എടുക്കേണ്ടെന്നല്ല, ഇതൊക്കെ വേണം, ഇതൊക്കെ എടുത്താലും സത്യമായിട്ട് നിങ്ങളൊരു പക്ഷേ മറ്റുള്ളവരടുത്ത് പറയുമായിരിക്കും, എടീ ഞാൻ ഭഗവാനെ കണ്ടു, ഭഗവാൻ ഇന്നലെ സ്വപ്നത്തിൽ വന്നു, എനിക്ക് മയിൽപ്പീലി കിട്ടി, മഞ്ചാടി കിട്ടി, വളപ്പോട്ട് കിട്ടി എന്നൊക്കെ നിങ്ങൾ ഭയങ്കര കഥകളൊക്കെ പറയും. പക്ഷെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാം, എന്നാലും ഭഗവാൻ എന്താണ് എനിക്ക് ഇതിനൊരു പരിഹാരം തരാത്തത്? കാരണം നമ്മളെ ദുഃഖങ്ങൾ സഹിക്കാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖങ്ങൾ സഹിക്കാനായിട്ടുള്ള മാനസികമായിട്ടുള്ള പക്വത 100% കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾ ദൈവവുമായിട്ട് അല്ലെങ്കിൽ ഈശ്വരനുമായിട്ട് ഭഗവാനുമായിട്ട് ഒരുപാട് അകലെയാണ്. നിങ്ങൾ സ്വപ്നം കാണുന്നതും കണ്ണടച്ചിരിക്കുമ്പോൾ കാണുന്നതൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ കണ്ണടയ്ക്കുമ്പം കാണുന്ന സ്വർഗവും കൈലാസവും ഒക്കെ കണ്ണ് തുറക്കുമ്പോൾ നഷ്ടപ്പെടും. അപ്പോൾ അത് ഒന്നും കാര്യമാക്കണ്ട. നിങ്ങൾക്ക് ഈ റിയാലിറ്റി, നിങ്ങളുടെ ജീവിതം എന്താണ്, അതിലെ ആളുകൾ ഇതാണ്, നിങ്ങൾക്ക് ഫേസ് ചെയ്യാനുള്ള ട്രൂത്ത് ഇതൊക്കെയാണ്, അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള മനസ്സ്, അത് കിട്ടണമെങ്കിൽ മാത്രം നിങ്ങൾ ഈശ്വരൻ്റെ മാർഗത്തിലാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ മതങ്ങൾ പ്രചരിപ്പിക്കുന്ന ഫാൻറ്റസികളിൽ കുരുങ്ങി അർച്ചനയിലും ആരാധനയിലും ഒക്കെ നിങ്ങൾ കുടുങ്ങിക്കിടക്കണം. നിങ്ങൾ ആത്മാവിൻ്റെ പുരോഗതിയൊന്നും നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ ഭഗവാനെ ആരാധിക്കുന്നവരാണെങ്കിൽ, കൃഷ്ണനെ ആരാധിക്കുന്നവരാണെങ്കിൽ, കൃഷ്ണൻ എന്ന രൂപത്തിനു അപ്പുറം, കൃഷ്ണൻ എന്ന പേരിനും അപ്പുറം കൃഷ്ണൻ എന്ന ബോധത്തിനെ ഫോളോ ചെയ്യുക. മഹാദേവനെ ആണെങ്കിലും അങ്ങനെ, ഭഗവതിയെ ആണെങ്കിലും അങ്ങനെ, നാരായണനെ ആണെങ്കിലും അങ്ങനെ, ആ രൂപത്തിൽ നിന്ന്
ആ പേരിൽ നിന്നൊക്കെ ഉപരിയായിട്ട് ആ കോൺഷ്യസിനെ, ബോധത്തിനെ നിങ്ങൾ പ്രാപിക്കാൻ നോക്കുക. ആ ബോധത്തിനെ നിങ്ങൾ പ്രാപിക്കുമ്പോൾ നിങ്ങളായി ബോധമായി തീരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മഹാലക്ഷ്മി ദേവിയുടെ മൂക്കിൽ ഒരു മൂക്കുത്തിയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒരെണ്ണം കുത്തും. അപ്പുറത്തെ ഫോട്ടോയിൽ 2 എണ്ണം ഉണ്ട്, നിങ്ങൾ രണ്ടാമത് വേറൊന്ന് കുത്തും. ഒരു പ്രയോജനമില്ല. നല്ല നിറമുള്ള ഡ്രസ്സൊക്കെ ഇടും, അല്ലെ രാജസ്ഥാൻ സ്റ്റൈലിൽ ജിപ്സികളെ പോലെ കുറെ കളർഫുൾ ഇതൊക്കെ ഇടും. പിന്നെ വൃന്ദാവനത്തിലെ മണ്ണ് കുഴച്ചിട്ട് നിങ്ങൾ ചന്ദനം അടിക്കും. മീൻസ് വൃന്ദാവനത്തിലെ മണ്ണ് ചെളി കുഴച്ചിട്ട് നിങ്ങളെ പൂശും. അല്ലെങ്കിൽ വല്ല അഹോരിമാർ ഭസ്മം വാരി പൂശും എന്ന് പറഞ്ഞു നിങ്ങൾ ഈ കോമഡിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഫാൻസി ഡ്രസ്സ് ചെയ്യാന്നുള്ളതല്ലാണ്ട്, കാരണം നിങ്ങൾ ഫോളോ ചെയ്യണത് അവരുടെ കോസ്റ്റ്യൂമാണ്. നിങ്ങൾ ഫോളോ ചെയ്യണവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആണ്. സോ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ അവരുടെ സെൽഫ് ബോധമാണെന്ന് അറിഞ്ഞിട്ട് ആ ബോധത്തിനെ ഫോളോ ചെയ്താൽ ബോധം നിങ്ങൾക്ക് ഉയർത്തപ്പെടും. ഡെഫിനറ്റ്ലി നിങ്ങളും ക്രിസ്തു പറഞ്ഞതുപോലെ ഐ ആം ദ വേ, അല്ലെങ്കിൽ ഗുരുദേവൻ പറഞ്ഞതുപോലെ ഞാൻ അറിവാകണമെന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടോ? അതല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ല. മനസ്സിലായി കാണും കുട്ടിക്കെന്ന് വിചാരിക്കുന്നു.